സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതങ്കാലദേശാവദിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് ഗുരുഭവനപുരേഹന്തഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതന ധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് നാരായണീയത്തിൽ വസുദേവർ ഭഗവാനെ എടുത്ത് ഗോകുലത്തിൽ കൊണ്ടുപോയി കിടത്തി യശോദ പ്രസവിച്ചതായിട്ടുള്ള പെൺകുച്ചിയെ കന്യകയെ എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നു. സുപുരമാഗതോ വേഗത, മധുരയിലേക്ക് തിരിച്ചെത്തി. ചങ്ങലകളൊക്കെ തന്നെ വരികയും വാതിലുകൾ തന്നെ അടയുകയും ചെയ്തു. നേരത്തൊക്കെ തുറക്കുകയുണ്ടായി. എന്താ അതിൻ്റെ ആന്തരാർത്ഥം? നമ്മളെപ്പോഴും ഭഗവാനെ മനസ്സിലേറ്റിയാൽ, മനസ്സിലോ ശരിയല്ലോ ഈശ്വരനെ കൊണ്ടാണ് ചിന്ത വെച്ച് നടക്കണതെങ്കിൽ സർവചങ്ങലകളും അഴിയും. ബന്ധമുണ്ടാവില്ല. ബന്ധങ്ങൾ ദുഃഖകരമായിട്ട് ബന്ധനങ്ങളായി മാറലുണ്ടാവില്ല എന്നർത്ഥം. എല്ലാ തടസ്സങ്ങളും ജീവിതത്തിൽ നീങ്ങുകയും ചെയ്യും. സർവബന്ധനങ്ങളിൽ നിന്നും മുക്തി നേടുകയും ചെയ്യും. ഇപ്പം ഇവിടെ തിരിച്ചെത്തിയിട്ട് എല്ലാ ബന്ധനങ്ങളും ഉണ്ടായി എന്ന് പറഞ്ഞതോ അവിടെ ഒരു ചെറിയൊരു വിരോധാഭാസമുണ്ട്. യോഗമായ ദേവിയെ കയ്യിലെടുത്തു എന്നാണ്. മായയെ ആശ്രയിച്ചു. അവിടെ ഒരിക്കലും ദേവീവചനം നമ്മളെ ബന്ധപ്പെടുത്തുന്നതാണെന്ന് അർത്ഥം എടുക്കരുത് കേട്ടോ. അർത്ഥമൊക്കെ എപ്പോഴും എടുക്കേണ്ട പോലെ എടുക്കാവൂ. മായ എന്നുള്ള വാക്കിൽ മാത്രമേ അവിടെ പ്രാധാന്യമുള്ളൂ. യോഗമായ ദേവിയെ കയ്യിലെടുത്തു. അപ്പം ബന്ധനങ്ങളൊക്കെ തന്നെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ ദേവിയെ ഭജിക്കുന്നത് ബന്ധകരവും വിഷ്ണുവിനെ ഭജിക്കുന്നത് മാത്രം മുക്തികരവും എന്നെടുത്ത് അബദ്ധമാവും. കാരണം ദേവി ഭാഗവത്തിലും ദേവിയെ പറ്റി പറയുമ്പോഴും ദേവി എല്ലാവർക്കും മുക്തി നൽകുന്നവൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതെങ്ങനെയാണ് അത് രണ്ടും കൂടി യോജിപ്പിക്കുക? യോഗമായാദേവിയിലെ മായാഭാവത്തെ മാത്രമേ കണ്ടുള്ളൂ. യോഗമായാദേവി ജ്ഞാനസ്വരൂപിണിയാണ് എന്ന് കാണാതെ ഇരുന്നാൽ ബന്ധം തന്നെ ഉണ്ടാവുള്ളൂ. എന്തായാലും മായ എടുത്തപ്പോൾ അവിടെ ബന്ധം ഉണ്ടായി, ഭഗവാനെ എടുത്തപ്പോൾ ബന്ധം ഉണ്ടായില്ല. ഈ കുട്ടി കരയണത് കേട്ടിട്ടാണ് കാവൽക്കാർ കംസനെ അറിയിച്ച് ദേവകി 8ാമത് പ്രസവിച്ചു. തദനുജ ത്വതനുജാരവ, അങ്ങയുടെ അനുജത്തി പത്മനാഭ സഹോദരി. ദേവി എങ്ങനെയാണ് ഈശ്വരൻ്റെ അനിയനാവുക, വിഷ്ണുവിൻ്റെ അനിയത്തി ആവുക? പത്മനാഭ സഹോദരി എന്നിവിടെ പറഞ്ഞിരിക്കണു ഇല്ലേ? യശോദയുടെ ആ ഒരു ഗർഭത്തിൽ ജനിച്ച് പ്രസവിച്ചവളാണ്. ഇപ്പം യശോദയുടെ വളർത്തുപുത്രനാണല്ലോ കൃഷ്ണൻ. അപ്പോൾ രണ്ടാളും ഒരു ഉദരത്തിൽ ജനിച്ചു എന്ന് ഇവിടെ പറയണില്ല. എങ്കിലും അനുജത്തിയുടെ സ്ഥാനമാണ്. അതാണ് പത്മനാഭ സഹോദരി. അവിടെ കൃഷ്ണൻ്റെ അമ്മ യശോദയാണ്, ദേവിയുടെ അമ്മ യശോദ തന്നെയാണ്. ഒന്ന് വളർത്തമ്മയാണെന്ന് ശരിക്കുള്ള അമ്മയാണ്, എങ്കിലും അനുജത്തി എന്നുള്ള സ്ഥാനം. തത് അനുജാരവ, അനുജത്തി അനുജാരവക്ഷപിത നിദ്രവേഗദ്രവത്, കരഞ്ഞു. നിന്തിരുവടിയുടെ അനുജത്തിയുടെ കരച്ചിൽ കേട്ട് ഉറക്കം ഉണർന്ന ഭൃത്യന്മാർ നിദ്രാവേഗദ്രവത്, അവർ ഉണർന്നു. ഈ കുട്ടിയുടെ കരച്ചിൽ കേട്ടിട്ടാണ് ഉണർന്നത്. ഭട്ടോത്കര നിവേദിത പ്രസവ വാർത്ത, ഭടന്മാരാൽ കംസനെ അറിയിക്കപ്പെട്ട പ്രസവ വാർത്തയാൽ രാജാവേ ദാ ദേവകി പ്രസവിച്ചിട്ടുണ്ട്, 8ാമതുള്ള പ്രസവമാണ്, സൂക്ഷിക്കണം എന്നവരെല്ലാം രാജാവിനെ അറിയിച്ചു. ഭട്ടോത്കര നിവേദിത പ്രസവ വാർത്തയെ ആർത്തിമാൻ, വാർത്ത കേട്ടപ്പോൾ കംസനാകെ പരിഭ്രമായി. 8ാമത്തെ പുത്രൻ എന്ന് പറഞ്ഞാൽ മരണമാണ്, ചില്ലറ സാരിയാണോ? ആർത്തിമാൻ, എല്ലാ മനസമാധാനവും നഷ്ടപ്പെട്ടവനായി തീർന്നിട്ട് ഓടി വന്ന് നോക്കി. എങ്ങനെ നോക്കിയത്? വിമുക്ത ചികിരോത്കര, തലമുടിയൊക്കെ അഴിഞ്ഞു, വസ്ത്രമൊക്കെ അഴിഞ്ഞു അത്രേ. പരിഭ്രമിച്ചാകെ വശായി, ദേഹത്തെ മറന്നു. പേടി വന്നാൽ പിന്നെ അതല്ലേ.
വിമുക്ത ചികുരം എന്ന് പറഞ്ഞാൽ തലമുടി. വിമുക്ത ചികിരോത്കരത്വരിത മാതപൻ ഭോജരാട്ട്. ഭോജരാജ്യത്തിൻ്റെ അധിപനായിട്ടുള്ള കംസൻ പേടിച്ച് വിറച്ചിരിക്കുന്നു. ഭോജരാട് അതുഷ്ട ഇവ ദൃഷ്ടവാൻ. ഭോജരാട് അതുഷ്ട. ദുഷ്ടയല്ല, ശരിക്കും അതുഷ്ടയാണ്. ഭോജരാട് പ്ലസ് അതുഷ്ട കൂടി ചേരുമ്പോൾ ഭോജരാട് അതുഷ്ട. അവിടെ വരണ്ട. ഭോജരാട് അതുഷ്ട. അതുഷ്ട സന്തോഷമില്ലാത്തവനെ പോലെ ദേവിയെ കണ്ടു. ദേവിയെ കണ്ടാൽ സന്തോഷം ഇല്ലാണ്ട് ആർക്കെങ്കിലും പാപികൾക്ക് തന്നെ ഇതൊക്കെ തോന്നുള്ളൂ അല്ലേ? അല്ലെങ്കിൽ ദേവിയുടെ ഒരു ദർശനം കിട്ടാൻ എത്ര ആൾക്കാർ ശ്രമിക്കണം. മൂകാംബിയിൽ പോയിട്ട് ക്യൂ നിൽക്കണു അല്ലേ? ദേവീ ദർശനം കൊണ്ട് എല്ലാവരും സന്തോഷിക്കുക തന്നെ ചെയ്യുക. ഇവിടെ പാപവാസന ആയതുകൊണ്ടാണ് എന്തുണ്ടായത്? നല്ലത് കണ്ടാലും ദുഃഖിക്കാനേ ചിലർക്ക് യോഗമുള്ളൂ. അതുഷ്ട ഇവ ദൃഷ്ടവാൻ. ഭഗിനികാകരേ കന്യകം. ഭഗിനികാകരേ കന്യകം സഹോദരിയായിരിക്കും. ഭഗിനിക സഹോദരി. സഹോദരിയായിട്ടുള്ള ദേവകിയുടെ, കംസൻ്റെ സഹോദരിയാണല്ലോ ദേവകി. ഭഗിനികാകരേ തൻ്റെ സഹോദരിയായിട്ടുള്ള ദേവകിയുടെ കയ്യിൽ ഈ കുട്ടിയെ കണ്ടിട്ട് കംസൻ വളരെയേറെ ദുഃഖിച്ചു. ഇത് തന്നെ ആയിരിക്കും തൻ്റെ അന്തകൻ. കാരണം ആ അശരീരിയിൽ പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ എന്ന് തിരിച്ച് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു വാക്കവിടെ വെച്ചിരിക്കണം. നോക്കൂ, എന്താ ചോദിച്ചാൽ ദേവയ്ക്ക അഷ്ടമോ ഗർഭോ. ഗർഭം എന്ന് പറഞ്ഞാൽ ആൺകുട്ടിയും പെൺകുട്ടിയാവാം. അപ്പോൾ കംസന് ഉറപ്പായി ഇത് തന്നെ ആയിരിക്കും കൊല്ല. പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ എന്ന് തിരിച്ച് പറഞ്ഞിട്ടില്ലല്ലോ. ഗർഭമെന്നാണ് പറഞ്ഞിരിക്കണം. അഷ്ടമോ പുത്രോ എന്ന് പറഞ്ഞില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതന്നെ ആവാം. അപ്പോൾ ഇത് അന്തകയാണ്, അല്ലെങ്കിൽ ഭഗവാൻ സ്ത്രീ രൂപത്തിൽ വന്നതാവാം എന്നൊക്കെ കംസൻ ഒരു നിമിഷം ലേശൊരു ആശയക്കുഴപ്പം ഉണ്ടായി. എന്തായാലും മനസ്സമാധാനം നഷ്ടപ്പെട്ടു. ഇപ്പം ദേവി വിചാരിച്ചു തൻ്റെ സ്വരൂപം കാണാഞ്ഞിട്ട് ദുഃഖിക്കുകയാണോ, ഒന്ന് കാണിച്ചു കൊടുത്തളയാം, എന്നാലെങ്കിൽ ഈ മൂഢൻ സന്തോഷിക്കുകയോ അല്ലെങ്കിൽ മനസ്സിലാക്കുമോ ആരാപ്പം ഈ വന്നിരിക്കണമെന്നുള്ളത്. വെറുതെ ഒരു കുട്ടിയൊന്നും അല്ലാതെ എന്നുള്ളതൊന്ന് കാണിച്ചു കൊടുത്തളയാന്ന് വിചാരിച്ചു. അപ്പോഴും കംസന് ബുദ്ധിയൊന്നും ഉണ്ടായില്ല. ധ്രുവം കപടശാലിനോ മധുഹരസ്യമായ ഭവേൻ. മധു എന്ന അസുരനെ വധിച്ചതായിട്ടുള്ള വിഷ്ണുവിൻ്റെ മായയാവാം ഈ പെൺകുട്ടി. ധ്രുവം ഉറപ്പ്. കപടശാലിനോ, ഈ വിഷ്ണു എപ്പോഴും കാപട്യത്തിൻ്റെ മൂർത്തിയാണ്. എന്ത് വേഷവും കിട്ടും. യഥാർത്ഥ വേഷത്തിലാവില്ല പല കാര്യങ്ങളും ചെയ്യുക. ഇങ്ങനെ കാപട്യമുള്ള ഒരാൾ. കപടശാലിനോ മധുഹരസ്യ. വിഷ്ണുവിൻ്റെ കാപട്യം ആയിരിക്കാം ഒരു പക്ഷേ ഈ പെൺകുട്ടി എന്ന രൂപം. അസാവിധി കിശോരികാം ഭഗിനികാ കരാലിംഗിതാം. ആ ദേവകി മാറോട് ചേർത്ത് അങ്ങനെ പിടിച്ചിരിക്കുകയാണ്. ചെറിയ കുട്ടി, ചോരക്കുഞ്ഞ് എന്നൊക്കെ പറയുന്ന ആ കുട്ടിയെ മാറോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. ആലിംഗിതാം ഭഗിനികാ കരാലിംഗിതാം അസാവിധി കിശോരികാം. ഇപ്പം പ്രസവിച്ചതായിട്ടുള്ള ആ കുട്ടിയെ മാറോട് ചേർത്ത് ഭാഗവത്തിൽ അപേക്ഷിക്കണമൊക്കെ ഉണ്ട്. സഹോദര, ഈ കുട്ടിയെങ്കിലും എനിക്ക് വളർത്താൻ തന്നൂടെ? ഞാൻ എത്ര കുട്ടികൾ മരിച്ച ഒരമ്മയാണ്. കുട്ടികൾ മരിച്ചതായിട്ട് ഒരമ്മയുടെ ദുഃഖം അങ്ങ് അറിയണ്ടേ? ഇതിനെങ്കിലും എനിക്ക് വളർത്താൻ തരണം. ഈ പെൺകുട്ടിയിൽ നിന്ന് അങ്ങേക്കൊരു ഭയം ഉണ്ടാവില്ല. പെൺകുട്ടിയിൽ നിന്ന് ഭയം ഉണ്ടാവില്ല എന്നുള്ളത് ശരി തന്നെ. ദേവകി പറഞ്ഞത് ശരിയായി. പിന്നെ എന്തിനാണ് അതിനെ കൊല്ലണത്? ദയവ് ചെയ്തിട്ട് ഈ കുട്ടിയെങ്കിലും എനിക്ക് വളർത്താൻ തന്നൂടെ എന്ന് അപേക്ഷിക്കുന്നുണ്ട്. ബാക്കി 6 കുട്ടികളും അപേക്ഷിച്ചിട്ടില്ല ദേവകി. ഈ കുട്ടിയെങ്കിലും എനിക്ക് വളർത്താൻ തന്നൂടെ എന്ന് കാല് പിടിച്ച് അപേക്ഷിച്ചു എന്നൊക്കെ ഭാഗവത്തിൽ പറയണു. നന്നകം തേ ഹവരജ ഹതസുതാ പ്രഭോ. കുട്ടികൾ മരിച്ചവളാണ് ഞാൻ. എത്ര കുട്ടികൾ മരിച്ചിട്ടുള്ളൊരു സ്ത്രീയുടെ ദുഃഖം എന്താ അങ്ങ് ആലോചിക്കാത്ത? നന്നകം തേ ഹവരജ, ഞാൻ അങ്ങയുടെ സഹോദരിയല്ലേ. ഒരു കാലത്ത് അങ്ങ് എന്നെ വളരെയേറെ സ്നേഹിച്ച ഒരു ഏട്ടനായിരുന്നു. എന്താ ഇങ്ങനെ കാരുണ്യമില്ലാണ്ട് പോണത് എന്ന് ആ ദേവകി അപേക്ഷിച്ചതായിട്ട് ഭാഗവതത്തിൽ ഹൃദയസ്പർശിയായിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. പക്ഷേ കംസനുണ്ടോ? എലി കരഞ്ഞ പൂച്ചയ്ക്കുണ്ടോ വല്ല ദൈവം? ദിപോ നളിനികാന്തരാദിപമൃണാളിക മാക്ഷിപൻ പറയാണ്.
ഭംഗിയിൽ വിരിഞ്ഞ ഒരു താമര ആ കുളത്തിൽ നിൽക്കുമ്പോൾ അതിനെ യാതൊരുവിധ ദയില്ലാണ്ട് ആന പിടിച്ച് കശക്കി ഇങ്ങോട്ട് പറിച്ചെടുക്കൂലോ. താമര കേടുവരുമെന്നോ താമര കേടുവരുത്തണ്ടാവുന്നോ വല്ല ചിന്ത ആനയ്ക്കുണ്ടാവുമോ? അതുപോലെ എന്നിവിടെ ഉപമയാണ്. ദിപം എന്ന് പറഞ്ഞാൽ ആന, ദിപോ നളിനികാന്തരാദിവ, താമരക്കാട് എന്ന് പറയാം വേണമെച്ചാൽ. ആ താമരയുടെ കൂട്ടത്തിൽ നിന്ന്, പൊയ്കയിൽ നിന്ന് താമരയെ പിടിച്ചിങ്ങോട്ട് ഒലച്ചിങ്ങോട്ട് പറിക്കണ പോലെ ആ കുട്ടിയെ ഇങ്ങോട്ട് മേടിച്ചു. മൃണാളികാം അക്ഷിപൻ, മൃണാളികാം താമരവളയത്തെ എന്ന പോലെ അയം തദനുജാം അജാം ഉപലപട്ടകേ പിഷ്ടവാൻ, പാറക്കല്ലിൻ്റെ മുകളിൽ അടിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഓങ്ങുകയാണ്. അയം തദനുജാം അജാം, അജ അനിയത്തിയായിട്ടുള്ള, ഒരിക്കലും ജനനവും മരണവും ഇല്ലാത്ത തദനുജാം, അങ്ങയുടെ അനിയത്തിയായിട്ടുള്ള ദേവിയെ കയ്യിൽ നിന്ന് മേടിച്ച് പാറപ്പുറത്തടിക്കാനായിക്കൊണ്ട് അങ്ങട് ഓങ്ങി. തതോ ഭവതു ഭാഷകോ ജഡിതി മൃത്യുപാശാദിവപ്രമുച്ചതരസൈവ സാ സമതിരൂഢരൂപാന്തര അതച്ചലമജഗ്മുഷി വികസദഷ്ടഭാഗുത്പുരന്മകായുധമഗോഗത കില വികായ സാദിത്യുദേ. ആ സമയത്തുണ്ടായിട്ടുള്ളൊരത്ഭുതം എന്താന്ന് ചോദിച്ചാൽ, അങ്ങയുടെ ഭജിക്കുന്ന ഭക്തന്മാർ എങ്ങനെയാണ് മൃത്യുപാശത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത്? ഒരു തരത്തിലുള്ള പാശത്തിലും പിന്നെ അവർ വശംവദരാവില്ല. അതുപോലെ പെട്ടെന്ന് അല്ലേ, നാരായണ എന്ന നാമം മതിയായി അജാമിളന് മൃത്യുപാശത്തിൽ നിന്ന് രക്ഷ കിട്ടാൻ. ഒറ്റ നാമം, വേറൊന്നും അയാൾ ചെയ്തിട്ടില്ല ഗുണം. അതുപോലെ പ്രമുച്ചതരസൈവസാസമതിരൂഢ രൂപാന്തര, ദുഷ്ടനായിട്ടുള്ള കംസൻ്റെ കയ്യിൽ നിന്ന് വഴുതി ആകാശത്തേക്കാണ് പോയി. ദേവിയുണ്ടോ ആർക്കെങ്കിലും അടിച്ചു കൊല്ലാൻ കിട്ടണു. അതച്ചലമജഗ്മുഷി, കീഴ്പോട്ടേക്ക് പോവാതെ മേപ്പട്ടയ്ക്കാണ് പോയി. വികസത് അഷ്ടബാഹുസ്ഫുരൻ, 8 കൈകളിൽ ദിവ്യായുധങ്ങൾ ധരിച്ച് മഹായുധമഹോഗത, ശംഖം ചക്രം ഒക്കെ മുതലായിട്ടുള്ള കൈകളൊക്കെ ധരിച്ച് ശംഖചക്രഗദാശാർങ്ങഗൃഹീത പരമായുധേ, ആ രൂപത്തെയാണ് കാണിച്ചു കൊടുക്കുകയാണ്. മഹായുധമഹോഗത കിലവികായ സാദിത്യതേ, ആകാശത്തെ മുഴുവൻ അങ്ങനെ പ്രകാശിപ്പിച്ചുകൊണ്ട് സർവേശ്വരിയായിരിക്കുന്ന ജഗദംബിക അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഞാൻ ദേവി കംസനോട് പറയുകയാണ്, എന്നെ കൊന്നിട്ട് നിനക്ക് എന്താ മൂഢാകാര്യം, അല്ലെങ്കിൽ എന്നെ നിനക്ക് കൊല്ലാൻ പറ്റുമോ? എന്നെ കൊല്ലാനുള്ള അന്തകൻ ഞാനല്ല, മറ്റൊരിടത്ത് ജനിച്ചിട്ടുണ്ട് എന്നവർ തമ്മിൽ സംഭാഷണം. ദേവി പറയുകയാണ്, അങ്ങോട്ടൊന്നും പറയണമെന്നില്ല കംസൻ പേടിച്ചിട്ട്. തുടർന്നുള്ള ഭാഗത്തിൽ അതാണ് പറയണത്. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.